പത്താൻകോട്ട് വിമാനത്താവളത്തിൽ വീണ്ടും സൈറണുകൾ മുഴങ്ങിത്തുടങ്ങി. എയർബേസിനുള്ളിൽ നിന്ന് തുടർച്ചയായി സൈറൺ മുഴങ്ങുന്നുണ്ട്. പഞ്ചാബ് ഹിമാചൽ അതിർത്തിയിലുള്ള ഫയറിംഗ് റേഞ്ചിലെ കുന്നിൽ സ്ഫോടനമുണ്ടായെന്നും വിവരമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, പത്താൻകോട്ട് പ്രധാന ലക്ഷ്യമാണ് പാകിസ്ഥാന്റെ. കഴിഞ്ഞ ദിവസങ്ങളിലും പത്താൻകോട്ട് ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ഇങ്ങനെയാണല്ലോ, സൈറൺ മുഴങ്ങിയിരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു ആക്രമണത്തിന്റെ ഒരു ആശങ്കയാണല്ലോ ഇപ്പോൾ നിലനിൽക്കുന്നത്. മനുഷ്യ തീർച്ചയായും അതായത് ഇത്തരത്തിൽ ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ വഴങ്ങുന്നു എന്നുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ പത്താൻകോട്ട് അതിർത്തിയിൽ വീണ്ടും സൈറൺ മുഴങ്ങി തുടങ്ങിയിരിക്കുന്നത്. എയർബേസിനുള്ളിൽ നിന്ന് തുടർച്ചയായി സൈറൺ മുഴങ്ങുന്നുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. അതായത് ഈ പഞ്ചാബ് ഹിമാചൽ അതിർത്തിയിലുള്ള ഫയറിംഗ് റേഞ്ചിലെ കുന്നിൽ നിന്നാണ് വലിയൊരു സ്ഫോടനം ഉണ്ടായതായിട്ടുള്ള വിവരം വരുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ബിൽഡിങ്ങിന് ബാക്കിലുള്ള ആ കുന്നിന് മുകളിൽ നിന്ന് ഈ പുകപടലങ്ങൾ ഉയരുന്നത് കാണുകയും ചെയ്തു. അതിനു മുമ്പ് വലിയ രീതിയിലൊരു പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് ഉണ്ടായി എന്നുള്ള കാര്യം സമീപവാസികളാണ് വ്യക്തമാക്കുകയും ചെയ്തത്. അത്തരത്തിൽ വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലും പത്താൻകോട്ട് കേന്ദ്രീകരിച്ച് ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ആദ്യം ഷില്ലിംഗ് ആയിരുന്നു ആദ്യം തുടങ്ങിയതെങ്കിൽ പിന്നീട് അത് നിരവധി ഡ്രോണുകൾ പത്താൻകോട്ടിന്റെ വിവിധ ഭാഗങ്ങളിലായി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. അതെല്ലാം തന്നെ തകർക്കാൻ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് സാധിക്കുകയും ചെയ്തു. പക്ഷേ നിലവിൽ വീണ്ടും പത്താൻകോട്ട് കേന്ദ്രീകരിച്ച് പാകിസ്ഥാന്റെ പ്രകോപനം അതും രാവിലെ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ഇതിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ മറ്റ് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായി തുടങ്ങുന്നതേ ഉള്ളൂ. ഇതൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയില്ല. ഇത് പ്രതിരോധ മന്ത്രാലയം ഇത് സംബന്ധിച്ച് ഇത് സ്ഫോടനമാണോ നടന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു അറ്റാക്ക് നടന്നതാണോ എന്നടക്കമുള്ള കാര്യത്തിലൊരു വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷേ നിലവിൽ വലിയ സ്ഫോടനം ഉണ്ടായതായി വലിയൊരു സൗണ്ട് കേട്ടതായി സമീപവാസികൾ പറയുന്നു. ഇന്നലെ സാംബയിലും ജമ്മുവിലും ഡ്രോൺ ആക്രമണം ഉണ്ടായ അതേ സമയത്ത് തന്നെ പത്താൻകോട്ടിലും ഉണ്ടായിരുന്നു എന്ന് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ്. അത് തന്നെ ആവർത്തിക്കുന്നു എന്നാണല്ലോ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പത്താൻകോട്ട് പാകിസ്ഥാന്റെ ഒരു പ്രധാന ആക്രമണ ലക്ഷ്യമായി മാറുകയാണല്ലോ മിഥുൻ. തീർച്ചയായും ഇതിനു മുമ്പും പത്താൻകോട്ട് കേന്ദ്രീകരിച്ച് പാകിസ്ഥാന്റെ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു സംഘർഷാവസ്ഥ തുടർന്നതിന് ശേഷം വീണ്ടും നിരന്തരം കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഈ ഷെല്ലാക്രമണം നിരന്തരമായി തുടരുന്ന ഒരു പ്രദേശം കൂടിയാണ് പത്താൻകോട്ട്, സാംബ, ഒപ്പം തന്നെ കുപ്വാര അടക്കമുള്ള മേഖലകൾ. ജമ്മുവിലും ശ്രീനഗറിലും കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം കൂടുതൽ ഷെല്ലാക്രമണം നടക്കുന്ന കാഴ്ച കാണുകയും ചെയ്തു. അത്തരത്തിൽ പ്രധാനമായും അവർ ലക്ഷ്യമിടുന്ന 5 സംസ്ഥാനങ്ങൾ, അതിൽ 1 ജമ്മു കാശ്മീർ, 2 പഞ്ചാബ്, 3 രാജസ്ഥാൻ, 4 ഗുജറാത്ത്, 5 ചണ്ഡീഗഡിൽ ഏറ്റവും വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട് എങ്കിൽ പോലും തന്നെ മറ്റ് 4 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാന ആക്രമണം നടക്കുകയും ചെയ്തത്. ഇത്തരത്തിൽ മുകളിലിരുന്നു കൊണ്ട് പാകിസ്ഥാന് ആദ്യം ഷെല്ലാക്രമണം നടത്തുന്നു. വലിയ രീതിയിൽ ഷെല്ലാക്രമണത്തിൽ നിരവധി പ്രദേശങ്ങളിലേക്ക്, അതായത് ആദ്യ 2 ദിവസങ്ങളിൽ ഇതെല്ലാം തന്നെ നടന്നുകൊണ്ടിരുന്നത് ഈ സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ വ്യോമ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുമായിരുന്നുവെങ്കിൽ പക്ഷേ ഒരു പടി കൂടി കടന്ന് കഴിഞ്ഞ ദിവസം അത് ജനവാസ മേഖലകളിലേക്കായി, അതായത് 26 അറ്റാക്ക് നടന്നതിൽ അതിൽ 20 ഇടവും ജനവാസ കേന്ദ്രങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. പഞ്ചാബിൽ ഈ ഡ്രോൺ തകർന്ന് വീണ അതിൽ നിന്ന് ഒരു വീടിന് മുകളിലേക്കായിരുന്നു വീണത്. അതിൽ 3 പേർക്ക് പരിക്കുണ്ടാകുന്നു. അതിൽ ഒരാൾ മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ, ശ്രീനഗറിൽ വിമാനത്താവളത്തിനടുത്ത് സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്തയും ഉണ്ടല്ലോ. അതിന്റെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ മിഥുൻ? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സ്ഫോടനം നടന്നതുമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്ത് അത്തരത്തിൽ ഒരു ആർമിയോ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയമോ അതുമായി സംബന്ധിച്ചൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ചില രീതിയിൽ കേടുപാടുകൾ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു സ്ഥിരീകരണം അല്പസമയത്തിന് മുമ്പ് വാർത്താ സമ്മേളനത്തിൽ അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മേഖലകളിലൊക്കെ തന്നെ ശക്തമായി ഇപ്പോഴും ആക്രമണം തുടരാൻ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഈ വിമാനത്താവളങ്ങളെയും ഒപ്പം തന്നെ മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഒക്കെ തന്നെയാണ് എന്നുള്ളതാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലെ ജനവാസ മേഖലകളെ, അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങളെ, വ്യോമത്താവളങ്ങളെ, വിമാനത്താവളങ്ങളെ, ഇവയൊക്കെയാണ്. അതാണ് കഴിഞ്ഞ 3 രാത്രികളിലും കണ്ടത്. ഇന്നും പത്താൻകോട്ട് ലക്ഷ്യമാക്കി പാകിസ്ഥാൻ വീണ്ടും ആക്രമണം നടത്തുന്നു എന്നുള്ള സൂചനയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂർ വ്യോമാതിർത്തി അടച്ചിടുമെന്ന് പാകിസ്ഥാൻ വ്യോമയാന അതോറിറ്റി അറിയിച്ചു. ഇന്ന് പുലർച്ചെ 3:30-ക്കാണ് വ്യോമാതിർത്തി അടച്ചത്. ഇന്ത്യ ആക്രമണം ശക്തമാക്കുകയും പാക് വ്യോമത്താവളങ്ങൾ തകരുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു ഇത്. ഇന്ന് ഉച്ചവരെയാണ് ആദ്യം വ്യോമപാത അടച്ചത്. പിന്നീട് അത് 24 മണിക്കൂറായി നീട്ടുകയാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. കടലിൽ